ഓയിലിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് നമുക്കെല്ലാവർക്കും നല്ല ഓർമ്മയുണ്ട്. പക്ഷേ പോലീസ് കസ്റ്റഡിയിലെ അതിൻ്റെ പ്രതികളെ കൊണ്ടുവന്ന ശേഷം ഇപ്പം എന്താണ് അവിടെ നടക്കുന്നത് നമുക്കറിയില്ല. പോലീസ് കസ്റ്റഡിയിൽ കിട്ടിയ പ്രതികളെ അന്വേഷണം കഴിഞ്ഞ ശേഷം മടക്കി കൊടുക്കുകയും ചെയ്തു. നമ്മുടെ മനസ്സിൽ ഇന്നും ചില കാര്യങ്ങൾ ഉത്തരമില്ലാതെ കിടക്കുന്നു. അബിഗേലിനെ തട്ടിക്കൊണ്ടുപോയി പാർപ്പിച്ചത് അയാളുടെ വീട്ടിലാണെന്നും അതുപോലെ തന്നെ 2 ഫാം ഹൗസുകളാണെന്നും ഒക്കെ പറയുന്നുണ്ട്. ഫാം ഹൗസിലെ ചില കാര്യങ്ങളും ചില വിവരങ്ങൾക്കും നമുക്കറിയാം, അതിന് പരിഹാരം കണ്ടില്ല. ഫാം ഹൗസിൽ എങ്ങനെ വാങ്ങിച്ചു പത്മകുമാർ എന്നും നമുക്കറിയില്ല. 8 വർഷം മുമ്പ് വാങ്ങിച്ചു എന്ന് പറയുന്നു. അതിനുള്ള പണം എങ്ങനെ സംഘടിപ്പിച്ചു, അതിൻ്റെ സോഴ്സ് ഏതായാലും അറിഞ്ഞേ പറ്റുള്ളൂ. 2 ഫാം ഹൗസിലും 8 വർഷം മുമ്പ് എങ്ങനെ വാങ്ങിച്ചു, അതിനുള്ള പണം എങ്ങനെ കിട്ടി, വീട് പണിയാനുള്ള പണം എങ്ങനെ കിട്ടി, അവർ 3 പേരും കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനുള്ള വൈദഗ്ധ്യം പോലീസിനെ കുഴക്കി, നമ്മളെ എല്ലാവരെയും കുഴക്കിയതാണത്. ആ കുഴക്കിയ സംഭവം അവർ കുട്ടിയെ തട്ടിയെടുക്കാനുള്ള അവരുടെ പ്രിപ്പറേഷൻ, ഒരു കാറ് അവർ ഉപയോഗിച്ചു. കുട്ടി കാറിനകത്ത് കിട്ടിക്കഴിഞ്ഞ ഉടൻ തന്നെ കാറ് മാറി, കാറിൻ്റെ നമ്പർ പ്ലേറ്റ് മാറ്റി. അവർ കുട്ടിയെ ഉപേക്ഷിച്ചത് നമ്മൾ നോക്കിക്കേ. നിവൃത്തിയില്ലാതെ വന്ന് കുട്ടിയെ കൊല്ലത്ത് ഉപേക്ഷിക്കുമ്പം ഇത്രയും തിരക്കുള്ള സ്ഥലത്തും ആരാന്നറിയാതെ വളരെ വൈദഗ്ധ്യമായി കുട്ടിയെ കൊണ്ട് ഉപേക്ഷിച്ചു പോയി. വലിയ കൂർമ്മ ബുദ്ധി ഇക്കാര്യത്തിൽ 3 പേരും പ്രയോഗിച്ചു. പക്ഷെ ഉത്തരമില്ലാതെ കിടക്കുന്ന ചില കാര്യങ്ങൾ ഇന്നും അവശേഷിക്കുന്നു. ആ ഫാം ഹൗസിൽ കുറേ അധികം പാവകൾ, കുറേ അധികം കുട്ടികളുടെ ചെരുപ്പുകൾ, അത് എങ്ങനെ വന്നു എന്ന് അതിനകത്ത് ദുരൂഹതയുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി പണത്തിന് വേണ്ടിയാണ് അത് ചെയ്തതെന്ന് പറയുന്നെങ്കിലും തട്ടിക്കൊണ്ടു പോകാൻ ഉപയോഗിച്ച ആ ബുദ്ധി വൈഭവം, അത് കുട്ടിയെ തട്ടി കൈ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ പണം ചോദിക്കും എന്നുള്ള കാര്യത്തിൽ ആ വൈദഗ്ധ്യം ഒന്നും കാണുന്നില്ല. അതിന് ഉത്തരം കിട്ടുന്നില്ല. അത് ബലം കുറഞ്ഞ ഉത്തരവാണ്. കുട്ടിയെ കയ്യിലിരുന്നാൽ ഫോൺ ചെയ്യാൻ പിടിക്കപ്പെട്ടു. ഫോൺ ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ വേറൊരാളുടെ ഫോൺ ഉപയോഗിക്കുന്ന കണ്ടു. അത് വളരെ വീക്കായ കാര്യമാണ്. ആ ഭാഗങ്ങളൊക്കെ പൊളിഞ്ഞു പോയ കാര്യങ്ങളാണ്. ഇത്രയും ബുദ്ധി ഉപയോഗിച്ച് കുട്ടിയെ തട്ടിയെടുത്തവർ പിന്നെ പറഞ്ഞ കാര്യങ്ങൾ പൊരുത്തപ്പെടുന്നില്ല. അത് വളരെ ദുരൂഹതയാണ്. എങ്ങനെയാണ് കുട്ടി കൈവശം ഇരിക്കുമ്പം പണം ചോദിക്കുന്നത്? ഫോണിൽ കൂടെ വിളിച്ചു നോക്കാൻ പറ്റില്ല. പോലീസും നാട്ടുകാരും എല്ലാം ഉണ്ട്. അവിടെ ഒരാളെ പറഞ്ഞു വിടാൻ പറ്റില്ല, പിടിക്കപ്പെടും. എങ്ങനെയാണ് പണം കൈമാറുന്നത്? അതുമൊക്കെ വളരെ ദുരൂഹതയാണ്. തട്ടിക്കൊണ്ടുപോയാൽ ഒത്തിരി കേസുകൾ നമുക്കറിയാം. പലവിധ മാർഗങ്ങളാണ് അവർ അനുഭവിക്കുന്നത്. എങ്കിലും ഭൂരിപക്ഷം കേസുകളിൽ നമ്മൾ കാണുന്നത് ഫോൺ ചെയ്യുക, അല്ലെങ്കിൽ അവർ ലെറ്റർ എഴുതി കൊടുക്കുക, അല്ലെങ്കിൽ ലെറ്റർ അവിടെ ഇട്ടിട്ട് പോവുക, ഇന്ന സ്ഥലത്ത് കുട്ടിയെ കൊണ്ടുവരിക, ഞങ്ങളവിടെ ഇന്ന ദിവസം പണം വെക്കുക, ഇതാരും അറിയരുത്, പോലീസ് അറിയരുത്, അങ്ങനെയൊക്കെയുള്ള വളരെ അധികം ബുദ്ധികൂർമ്മതയുള്ള രീതിയിലാണ് ആ ഓപ്പറേഷൻ. പക്ഷെ തട്ടിയെടുത്ത ആ സ്കില്ല്, അതിനുശേഷം എങ്ങനെ പണം സമ്പാദിക്കും എന്നുള്ള കാര്യത്തിൽ പറഞ്ഞത് വളരെ പുവർ നരേഷനായി. അത് അവിശ്വസനീയമാണ്. അത് കോടതി വിശ്വസിക്കില്ല, സാധാരണക്കാർക്കും വിശ്വസിക്കാൻ കഴിയില്ല. പോലീസ് പ്രതികളെ കസ്റ്റഡി ഇനി വേണ്ട. പക്ഷേ ആ വസ്തു സമ്പാദിച്ചത് എങ്ങനെ, അതിൻ്റെ സോഴ്സ് ഓഫ് മണി എവിടെ, ആ വസ്തുവിനകത്ത് എങ്ങനെയാണ് ഈ പാവകൾ വന്ന്, വെറും കാഷ്വലായിട്ട് പറയാൻ ഒക്കില്ല. ഈ പാവകളെല്ലാം എവിടുന്നെങ്കിലും സംഘടിപ്പിച്ചുകൊണ്ട് ഇട്ടതാണ്, അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ട് ഇട്ടതാണ്, അല്ലെ സ്ഥലം വാങ്ങുമ്പോൾ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും അന്വേഷിക്കണം. അത് തന്നെ കുട്ടികളുടെ ചെരുപ്പ് എവിടെ വന്നു? പാവയും കുട്ടിയും ദുരൂഹമായിട്ട് ഇന്ന് നിൽക്കുന്നു. 4-5 ഏക്കർ സ്ഥലം കാട് പിടിച്ച് കിടക്കുന്നു. അവിടെ എന്തിനാണ്? ഒരു നരബലി നടന്ന സ്ഥലമാണോ? കുട്ടികളെ തമിഴ്നാട്ടിൽ എവിടെന്നെങ്കിലും കൊണ്ട് നരബലി നടത്തിയോ? അതൊക്കെ നമുക്ക് ഇനി ആലോചിക്കേണ്ടിയിരിക്കുന്ന പോലീസ് അത് ചിന്തിക്കണം. അതില്ല എന്ന് ഉറപ്പ് വരുത്തണം. ആ കോമ്പൗണ്ടിനകത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട എവിഡൻസ് ലഭിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം പാവക്കുട്ടികളുണ്ട്,
കൊച്ചുകുട്ടികളെ ചെരുപ്പുകളുണ്ട്, അത് അക്കൗണ്ട് ചെയ്യണം. ഇതുവരെ അതൊരു വാർത്തയായിട്ടോ ഒന്നും നമ്മൾ കാണുന്നില്ല. അത് തന്നെയല്ല, അവിടെ പോലീസിൻ്റെ സ്നിപ്പ് ഡോഗിൻ്റെ സർവീസ് അല്ലെങ്കിൽ അവർ അത് ഉപയോഗിച്ചിട്ടില്ല എന്ന് കാണുന്നു. തീർച്ചയായിട്ടും അത് ഇനി ഉപയോഗിക്കണം. അതിന് പ്രതികളുടെ സാന്നിധ്യം ഒന്നും ആവശ്യമില്ല. കേരളത്തിലെ പോലീസ് ശ്വാനന്മാർ നല്ല രീതിയിൽ നല്ല റിസൾട്ട് ഉണ്ടാക്കിയവരാണ്. അവരെ ഈ കേസിനകത്ത് ഉപയോഗിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇവിടെ ഉള്ള പോലീസ് ഡോഗുകൾ, സ്നിഫർ ഡോഗുകൾ വളരെ ഗോൾഡൻ റിട്രീവർ ആയ അതാണ് ലോകത്തിലെ ഏറ്റവും നല്ല സ്നിഫർ ഡോഗ് എന്നാണ് പറയുന്നത്. ഗോൾഡൻ റിട്രീവർ ആ ഇനത്തിൽപ്പെട്ട ശ്വാനന്മാർ, പോലീസ് ഡോഗ് നമുക്കുണ്ട്. അതുതന്നെയല്ല, പിന്നെ ബെൽജിയം മാലിനോയിസ് എന്ന് പറഞ്ഞ ഒരു വർഗം കേരള പോലീസിനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ജർമ്മൻ ഷെപ്പേർഡുണ്ട്, ബാസറ്റ് ഹൗണ്ട് ഉണ്ട്. പക്ഷേ ഏറ്റവും നല്ല സ്നിഫർ ഡോഗ് എന്ന് വേൾഡ് മുഴുവൻ അംഗീകരിച്ചിരിക്കുന്ന ഗോൾഡൻ റിട്രീവറാണ്. കേരളത്തിലെ ഏറ്റവും നല്ല ആ പോലീസ് ഡോഗിൻ്റെ സേവനം 1-2 പേരുടെ അവിടെ ഉപയോഗിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമുക്കിനി അതിനകത്ത് സംശയം ബാക്കി നിൽക്കുകയാണ്. അത് എന്തിനാണ് അത്രയും അയാൾ പണം സമ്പാദിച്ചിട്ട് വെറും കാട് പിടിച്ച് കിടക്കുന്ന ആ വീട് അതൊക്കെ വാങ്ങിച്ചപ്പോൾ ഉള്ളതാണെന്നാണ് പറയുന്നത്. അത്ര ദുരൂഹത ഇന്നും ഉണ്ട്. 8 വർഷം കൊണ്ട് അതിൻ്റെ അകത്ത് എന്ത് ചെയ്തു, എന്തിനാണ് അത് വാങ്ങിച്ചിട്ടത്, മറ്റു ചില കർമ്മങ്ങൾ ചെയ്തോ ഇല്ലയോ എന്ന് സംശയമുണ്ട്. കുട്ടികളുടെ ഇത് കണ്ടു കഴിഞ്ഞാൽ കേരളത്തിലെ കുട്ടികളെ മിസ്സായത് മിക്കവാറും ഒക്കെ ഉള്ളത് നമുക്കറിയാം ഏത് സാഹചര്യത്തിലാണ് മിസ്സായത്. കഴിഞ്ഞ 8 വർഷം കൊണ്ട് മിസ്സായ കുട്ടികൾ അത് നോക്കണം കേരളത്തിൽ. പക്ഷേ തമിഴ്നാട്ടിലും കർണാടകയിലും, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്ന് കുട്ടികളെ ധാരാളം തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. ഇയാൾക്ക് തമിഴ്നാട് കോണ്ടാക്റ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് അതിൻ്റെ അന്വേഷണം ബാക്കി വെക്കില്ല പോലീസ്. ആ DYSP ജോസ് എന്ന് പറഞ്ഞ ആൾ തീർച്ചയായിട്ടും പോലീസ് ഡോഗിൻ്റെ സേവനം അവിടെ ഉപയോഗിക്കണം. 1 2 3 ഡോഗിൻ്റെ സേവനം ഉപയോഗിക്കണം. മണ്ണിനടിയിൽ ഏതെങ്കിലും സ്കെൽട്ടൺ സിസ്റ്റം ഉണ്ടോ എന്ന് നോക്കണം. ആ കുളത്തിനകത്തും നോക്കണം. അവിടെ വെള്ളം പറ്റിച്ചു നോക്കണം. അത് അന്വേഷണം ബാക്കി വെക്കരുത്. കാരണം ഈ പോലീസ് ചാർജ് ഷീറ്റ് ചെയ്യാൻ പോകുന്ന ആ കേസിനകത്ത് യുക്തിസഹമായ ഒരു ഉത്തരം, ഒരു മോട്ടീവ് അതിനകത്തില്ല. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി നമ്മൾ കുട്ടിയെ കിട്ടി ജീവനോടെ, നമുക്ക് അതിൻ്റെ വൈദഗ്ധ്യമൊക്കെ നമ്മൾ കണ്ടു. എത്ര സൂക്ഷ്മതയോടെയാണ് അവരുടെ കാറ് CCTV ദൃശ്യത്തിൽ പതിയാതിരിക്കാൻ കാറിൻ്റെ നമ്പർ ഫോൾസായിട്ട് എഴുതി വെപ്പിച്ചത്. അതോടൊപ്പം അതിന് ചില സ്റ്റിക്കറുകൾ ഈ സംഭവത്തിന് ശേഷം അഴിച്ചു മാറ്റിയത്. ഒരു കാറിൽ കുട്ടിയെ കൊണ്ടുവന്ന ശേഷം ഇമ്മീഡിയറ്റായിട്ട് മറ്റൊരു കാർ ഉപയോഗിക്കുന്നത്. കുട്ടിയുടെ വിലപേശി പണം വാങ്ങിക്കാനുള്ള മാർഗം തെറ്റിപ്പോയി. അത് വേറൊരാളുടെ ഫോൺ ഉപയോഗിക്കുന്നതെന്ന് കൊണ്ടു അത്ര വൈദഗ്ധ്യത്തോട് ഉപയോഗിക്കുകയാണ്. അതൊക്കെ നടക്കുന്നില്ലെങ്കിൽ ജീവനുള്ള കുട്ടി കയ്യിരിക്കുമ്പം എങ്ങനെയാണ് വിലപേശുന്നത് എന്നുള്ള ഒരു ഉത്തരം തൃപ്തികരമായിട്ട് ആ 3 പ്രതികൾക്കും ഇന്ന് വരെ നൽകാൻ പറ്റിയില്ല. അതിലേക്ക് പോലീസ് പ്രവേശിക്കണം. ഈ പാവയുടെയും അതുപോലെ തന്നെ ആ കുഞ്ഞിച്ചെരുപ്പുകളുടെയും കഥകൾ നമുക്ക് അതറിയണം. അത് പോലീസ് അത് ഉപേക്ഷ വിചാരിക്കരുത്. തീർച്ചയായിട്ടും അതിലേക്ക് അന്വേഷണം നീട്ടി അത് അവസാനിപ്പിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്.